ഹായ് എവ്രി വൺ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക്കാണ് റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ്. ഒരു റിസർച്ച് റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് അത് കടന്നു പോകുന്നത്. സോ റിപ്പോർട്ട് റൈറ്റിംഗിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത്. അതിൽ ഫസ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് ദ റിപ്പോർട്ട് ബ്രീഫ്. 6 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ആ റിപ്പോർട്ടിനെ നമ്മൾ ബ്രീഫായി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. Then second one, gathering materials and data. Third one, make overall format. Then the fourth one makes the detailed outline. Then fifth one, drafting of the report. Then the last one, editing of the final draft. ഇങ്ങനെ 6 സ്റ്റെപ്പിലൂടെയാണ് ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് റൈറ്റിംഗിന്റെ 6 സ്റ്റേജുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഓരോ സ്റ്റെപ്പിനും അല്ലെങ്കിൽ ഈ ഓരോ ഫേസിലും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് ദ റിപ്പോർട്ട് ബ്രീഫ്. ആ ഹെഡിങ് പറയുന്ന പോലെ തന്നെ ഒരു റിസർച്ചർ എന്ത് ചെയ്യണം, എന്തിനു വേണ്ടിയാണ് ആ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു റിപ്പോർട്ടിനെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന്റെ ഒക്കെ ബേസിൽ ബ്രീഫായി ഒരു ഡിസ്ക്രിപ്ഷൻ ബ്രീഫായി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ഗാദറിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഡാറ്റ. ആ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും മറ്റ് ഡാറ്റയും നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാദർ ചെയ്യണം, കളക്ട് ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ പറയുന്നത്. ദെൻ ഇൻ ദ തേർഡ് സ്റ്റേജ്, നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മേക്ക് ഓവറോൾ ഫോർമാറ്റ്. ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് അതിൻ്റെ ഒരു ഓവറോൾ ഫോർമാറ്റ് അല്ലെങ്കിൽ A to Z ഒരു സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ആ ഒരു സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഹെഡിങ് ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, നമ്മുടെ മെത്തഡോളജീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ആ ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യേണ്ട വേ അതെങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ദെൻ അതിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് ആണ് റിസർച്ച് നിന്ന് ഡ്രോൺ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നമ്മുടെ എവിഡൻസസ്, ദെൻ ലിമിറ്റേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും എന്തിൽ നമ്മൾ പറഞ്ഞിരിക്കണം. ആ ഒരു ഓവറോൾ ഫോർമാറ്റ് അത് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നു തേർഡ് സ്റ്റെപ്പിൽ. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ. ഒരു ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാണ് റിസർച്ചർ. ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഓവറോൾ ഫോർമാറ്റ് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഹെഡിങ് വേണം, ഇൻട്രൊഡക്ഷൻ വേണം, മെത്തഡോളജി വേണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഒരു ഓവറോൾ ഐഡിയ ക്രിയേറ്റ് ചെയ്തു. ഇനി ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഓരോ സ്റ്റെപ്പിനെ നമ്മൾ വിപുലീകരിക്കുകയാണ്, അതിനെ ഓരോന്നിനും ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. സോ ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ്റെ മേജർ പോർഷൻസ്, ദെൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഐഡിയാസ്, ദെൻ അത് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഡെവലപ്പിംഗ് ദ ഡീറ്റെയിൽസ്, ദെൻ അൺനെസസറി ആയിട്ടുള്ള ഡാറ്റനെ എലിമിനേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മേക്ക് എ ഡീറ്റെയിൽഡ് ഔട്ട്ലൈൻ എന്നുള്ള ഒരു പാർട്ടിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതായത് റിസർച്ചർ ആ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഓവറോൾ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൽ ഓരോ ഫേസസിനെയും അല്ലെങ്കിൽ ഓരോ പാർട്സിനെയും ഡെവലപ്പ് ചെയ്യുകയാണ്. സോ അതിൻ്റെ മേജർ അല്ലെങ്കിൽ കോർ ഏരിയാസ് ചൂസ് ചെയ്യുന്നു, അതിൻ്റെ സപ്പോർട്ടിങ് ഐഡിയാസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അൺനെസസറി ആയിട്ടുള്ളതിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പാണ്, അഞ്ചാമത്തെ സ്റ്റേജിൽ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദി റിപ്പോർട്ട്. റിപ്പോർട്ട് എന്ത് ചെയ്യാണ്, ഡ്രാഫ്റ്റ് ചെയ്യാണ്. റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിന് 3 വേസ് ആണുള്ളത്. 3 സ്റ്റെപ്സിലൂടെയാണ് ആ ഒരു ആക്ച്വൽ റിപ്പോർട്ട്, നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിൽ എഡിറ്റിങ്സ് ചെയ്ത് സെക്കൻഡ് ഡ്രാഫ്റ്റ്, ദെൻ അതിന് ഫിനിഷ് ചെയ്താണ് ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് പോണത്. സോ ഡ്രാഫ്റ്റിംഗ് ഓഫ് ദ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ എഴുതുകയാണ്, റൈറ്റ് ചെയ്യാണ്. 3 സ്റ്റെപ്പുകളായിട്ടാണ് ആ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾ നടത്തുന്നത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ട്, ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ട്. സോ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ ദ റിസർച്ചർ ഫോക്കസ് ഓൺ ദ ഫാക്ട്സ് ആൻഡ് അക്യുറസി ഓഫ് ഫാക്ട്സ്. ആ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഫാക്ട്സുകൾ എന്തൊക്കെയാണ്, വസ്തുതകൾ എന്തൊക്കെയാണ്, അതേപോലെ ഓരോ ഫാക്ട്സിൻ്റെയും അക്യുറസി അത് എത്രമാത്രം ഉണ്ട്, അത് ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ തന്നെ റിസർച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ്
Here the importance should be given to the comprehensiveness of the report. അവിടെ റിപ്പോർട്ടിന്റെ കോംപ്രഹെൻസീവ്നെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ റിപ്പോർട്ടിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിനോ അല്ലെങ്കിൽ അതിലെ ലാംഗ്വേജിനോ അല്ല, അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാക്ട്സ്, എന്തൊക്കെ വസ്തുതകളാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്, ആ ഓരോ ഫാക്ട്സിന്റെയും അക്യുറസി എത്രമാത്രം ഉണ്ട്, ദെൻ ആ ഒരു റിപ്പോർട്ടിന്റെ കോംപ്രഹെൻസീവ് എത്രമാത്രം ഉണ്ട്, അത്തരം കാര്യങ്ങൾക്കാണ് ഒരു റിസർച്ചർ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ എന്ത് കൊടുക്കുന്നത്, പ്രിഫറൻസസ് കൊടുക്കുന്നത്. ദെൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടി എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എന്തൊക്കെ അതെന്ന് നമ്മൾ ഒഴിവാക്കണം, ദെൻ അതിന്റെ റിപ്പോർട്ടിന്റെ കോംപ്രഹെൻസീവ്നെസ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഷ്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിലോട്ട് വരുമ്പോൾ, ദാറ്റ് മീൻസ് സെക്കൻഡ് ഡ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ റിസർച്ചർ ഫാക്ട്സിനെയും അതിന്റെ അക്യുറസിനെയും അതുപോലെ കോംപ്രഹെൻസീവ്നെസ്സിനെയും മാത്രമല്ല എന്തിനെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, റിസർച്ച് റിപ്പോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, ദെൻ അതിന്റെ ഫോം, അതിനെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹിയർ ദ റിസർച്ചർ മേക്ക് എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദി ഫാക്ട്സ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ് ആൻഡ് സജഷൻസ്. നമ്മുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിന് ശേഷമാണ് സെക്കൻഡ് ഡ്രാഫ്റ്റ് ടേക്ക് പ്ലേസ് ചെയ്യണത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യാണ്. റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ലാംഗ്വേജിനെയും അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ ഫോമിനെയും സെക്കൻഡ് ഡ്രാഫ്റ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫാക്ട്സ്, ദെൻ ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, സജഷൻസ്, അതിനൊക്കെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നതും ഈ ഒരു സെക്കൻഡ് ഡ്രാഫ്റ്റിലാണ്. ഇനി സെക്കൻഡ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, തേർഡ് ഡ്രാഫ്റ്റ്, ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഫൈനൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ച് റിപ്പോർട്ടായി, അതായത് ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു ഫൈനൽ പൊസിഷൻ, ഒരു ഫൈനൽ ടച്ചിലെത്തി. സെക്കൻഡ് ഡ്രാഫ്റ്റിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തു. ആ റിസർച്ച് റിപ്പോർട്ടിന്റെ ഫോം എങ്ങനെയായിരിക്കണം, അതിന്റെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം, ദെൻ അതിൽ പറയുന്ന ഫൈൻഡിങ്സ്, സജഷൻസ്, കൺക്ലൂഷൻസ്, ഫാക്ട്സ് എല്ലാറ്റിനെയും നമ്മൾ ക്രിട്ടിക്കലി എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. ഇനി ആ റിസർച്ച് റിപ്പോർട്ടിനെ നമ്മളൊരു ഫൈനൽ ടച്ച് കൊടുക്കുകയാണ്, അതിനൊന്ന് പോളിഷ് ചെയ്യുക. ദെൻ ആ ഒരു റിപ്പോർട്ട് ഭയങ്കര അട്രാക്റ്റീവായി അല്ലെങ്കിൽ റിലയബിൾ ആയി തോന്നിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫൈനൽ ടച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതാണ് ഫൈനൽ ഡ്രാഫ്റ്റിൽ പറയുന്നത്. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ എക്സാക്ട് റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ റിപ്പോർട്ട് നമ്മുടെ കൈകളിൽ എത്തുകയാണ്. യെസ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റിപ്പോർട്ട് റൈറ്റിങ്ങിന്റെ സ്റ്റേജസ് ആണ്. ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് അതാണ് നോക്കിയത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് റിപ്പോർട്ടിനെ ബ്രീഫായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്ത് എന്തിനു വേണ്ടി അല്ലെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ആ പർപ്പസിനെ മുൻനിർത്തി ആ റിപ്പോർട്ടിൽ നമ്മളൊന്ന് ബ്രീഫായി ഡിസ്ക്രൈബ് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റേജിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ, അത് റൈറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇൻഫർമേഷൻ, ഡാറ്റ അതെല്ലാം നമ്മൾ ഗ്യാദർ ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഒരു ഓവറോൾ ഫോർമാറ്റ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഹെഡിങ് വേണം, ഇൻട്രൊഡക്ഷൻ വേണം, മെത്തഡോളജീസ് പറയണം, ദെൻ ആ ഒരു റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്ന വേ അത് നമുക്കറിയണം, എന്തൊക്കെ കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്തു എന്നറിയണം, ലിമിറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു റിപ്പോർട്ടിൽ, ഒരു റിസർച്ച് റിപ്പോർട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഒരു ഓവറോൾ ഫോർമാറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതാണ് തേർഡ് സ്റ്റേജിൽ പറഞ്ഞത്. ദെൻ ഫോർത്ത് സ്റ്റേജിൽ വരുമ്പോൾ ഈ ഓവറോൾ ഫോർമാറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ചെയ്യാണ്, അതായത് അതിനെ ഡെവലപ്പ് ചെയ്യാണ്. മേജർ അല്ലെങ്കിൽ കോർ ഏരിയാസ് ഡിസ്ക്രൈബ് ചെയ്യുന്നു, അതിന്റെ സപ്പോർട്ടിങ് എവിഡൻസസ് അല്ലെങ്കിൽ ഐഡിയാസ് നമ്മൾ പറയുന്നു, ഡീറ്റെയിൽസിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അൺനെസസറി ഡാറ്റനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ ഫിഫ്ത്ത് സ്റ്റേജിൽ വരുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാണ്, ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി. ആ റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ 3 രീതിയിലൂടെയാണ് അല്ലെങ്കിൽ 3 സ്റ്റെപ്സ് ആയാണ് ഒരു ഫൈനൽ റിപ്പോർട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആണ്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു റിപ്പോർട്ടിന്റെ ഫോമിനോ അല്ലെങ്കിൽ ലാംഗ്വേജിനോ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൽ റിസർച്ചർ പറയുന്ന ഫാക്ട്സിനെ, അതുപോലെ തന്നെ ആ ഫാക്ട്സിന്റെ അക്യുറസീസിനെ, ആ റിസർച്ച് റിപ്പോർട്ടിന്റെ കോംപ്രഹെൻസീവ്നെസ്സിനെ, അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ
ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങും, പ്രൊസീഡ് ചെയ്ത് തുടങ്ങും. ആ സെക്കൻഡ് ഡ്രാഫ്റ്റ് പ്രൊസീഡ് ചെയ്യുക മീൻസ് ഫസ്റ്റ് ഡ്രാഫ്റ്റിനെ എന്ത് ചെയ്യാണ്, റിവൈസ് ചെയ്യുക. അവിടെ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ലാംഗ്വേജിനും ഫോമിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡ്രാഫ്റ്റിൽ ലാംഗ്വേജ്, ഫോം ഓഫ് റിപ്പോർട്ട് അതിനെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് റിസർച്ചർ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ആ റിപ്പോർട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഫാക്ട്സ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻസ്, സജഷൻസ് അതിനെയെല്ലാം ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തേർഡ് ഡ്രാഫ്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. തേർഡ് ഡ്രാഫ്റ്റ് ഓർ ഫൈനൽ ഡ്രാഫ്റ്റ്. ഈ തേർഡ് ഡ്രാഫ്റ്റിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ അവിടെ റിപ്പോർട്ട് ഫൈനൽ സ്റ്റേജിലോട്ട് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ടിനെ റിലയബിൾ ആക്കാൻ, വിശ്വാസയോഗ്യമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് പോളിഷ് ചെയ്യുന്നു, ഒരു ഫൈനൽ ടച്ച് കൊടുക്കുന്നു. സോ അതോടുകൂടി ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ആ റിസർച്ച് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ എത്തുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് റിപ്പോർട്ട് റൈറ്റിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസിൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ റിപ്പോർട്ട് റൈറ്റിങ്ങിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു റിസർച്ച് റിപ്പോർട്ട് ഒരു ഫൈനൽ ഡ്രാഫ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഫോമിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, താങ്ക് യു.